കഴിക്കാം. തണ്ണിമത്തൻ വേനൽക്കാലത്താണ് സുലഭമായി ലഭിക്കുന്നത്. വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയുമെല്ലാം ഒരുപോലെ മാറ്റി ശരീരത്തിന് സുഖം നൽകുന്ന ഒന്നാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ വെറുതെ ദാഹം അകറ്റുന്ന ഒന്ന് മാത്രമല്ല, ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ലതാണ്. പല വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഒന്നാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ സാധാരണ ഉള്ളിലെ കാമ്പെടുത്ത് കുരു നീക്കം ചെയ്താണ് നാം കഴിക്കാറ്. പുറന്തോടും കളയും. എന്നാൽ തണ്ണിമത്തൻ കുരു തണ്ണിമത്തൻ പോലെ തന്നെ പല ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയ ഒന്ന് തന്നെയാണ്. തണ്ണിമത്തൻ മാത്രമല്ല, തണ്ണിമത്തന്റെ കുരുവും ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ തയാമിൻ, നിയാസിൻ, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം തണ്ണിമത്തൻ കുരുവിൽ 600 കലോറിയുണ്ട്. അതായത് നമുക്ക് ദിവസവും വേണ്ട കലോറിയുടെ 80% ഇതിൽ നിന്നും ലഭിക്കും. നിയാസിൻ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനും തണ്ണിമത്തൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക്, അയൺ, കോപ്പർ തുടങ്ങിയ പല ഘടകങ്ങളും ഒരുപോലെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് തണ്ണിമത്തൻ കുരു. തണ്ണിമത്തൻ കുരു തനിയെ കഴിക്കാം. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കാം. ഏറ്റവും ഗുണകരം തണ്ണിമത്തൻ കുരു മുളപ്പിച്ച് കഴിക്കുന്നതാണ്. തണ്ണിമത്തൻ കുരു മുളപ്പിച്ച് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. ഹൃദയാരോഗ്യത്തിന് മുളപ്പിച്ച തണ്ണിമത്തൻ കുരുവിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കാൽസ്യം അമിതമായി ഹൃദയത്തിലെത്തുന്നത് ഹൃദയാരോഗ്യത്തിന് കേടാണ്. സിങ്ക് ഹൃദയത്തിലെത്തിക്കുന്ന കാൽസ്യം തോതിനെ നിയന്ത്രിക്കുന്നു. ഇതുവഴി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിലെ അയൺ, വൈറ്റമിൻ ബി, മഗ്നീഷ്യം എന്നിവ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ സഹായകമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.